രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളത്. തൂക്കിച്ചു വന്ന കരങ്ങളോടെ തൂക്കിച്ചു വന്ന കരങ്ങളോടെ തൂക്കിച്ചു വന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടാണ് ഇപ്പോൾ പാടാൻ തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഷെഫീന ബീവി, യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവി രേണുസുതിക്ക് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു അവർ. അതായത് രേണുസുതിയാണ് അവരെ അങ്ങോട്ട് ചൊറിഞ്ഞു വന്ന് വെല്ലുവിളിയും ഒക്കെ നടത്തിയത്. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഷെഫീന ഇപ്പോൾ ഒരുപാട് തെളിവുകൾ അവരുടെ ചാനലിലൂടെ പുറത്തു വിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ രേണുസുതി അടിക്കടിക്ക് ദുബായിലേക്ക് പോകുന്നത്, ബാർ പ്രൊമോഷൻ 10-15 ദിവസമാണ് ബാർ പ്രൊമോഷനും അതും ഇതുമൊക്കെ. അപ്പോൾ അത് ശരിക്കും എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ ഇപ്പോൾ ഏകദേശം സത്യാവസ്ഥയൊക്കെ അവിടെ തന്നെയുള്ള, അതായത് ഇതെല്ലാം നേരിട്ട് കണ്ടും അറിഞ്ഞിട്ടുമുള്ള ചില വ്യക്തികൾ തന്നെ വന്നിട്ട് വോയിസ് ഉൾപ്പെടെ അവർ പറയുന്നുണ്ട്. അത് നമ്മുടെ ഷെഫീന ഇത്താടെ ചാനലിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനതിവിടെ പ്ലേ ചെയ്യാം. രേണുസുതിയെ അവിടെ ദുബായിൽ വെച്ച് ബാറിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു ചേച്ചി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് തുറന്നു പറയുന്നത്. എന്തായാലും നമുക്ക് ആ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേൾക്കാം. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ, ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നത്, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെ കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട്, ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കിടത്തുന്ന പറഞ്ഞാൽ, ഈ സ്വർണ്ണം കിടത്തുന്ന എങ്ങനെയാ പറയുക? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് പൊട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതുമല്ല, ഇവന്മാർക്ക് ഒരു ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതിപ്പോ നമ്മൾ നേരിട്ട് കണ്ടിട്ടു, നമുക്ക് അനുഭവമുള്ള, പിന്നെ ഇതുപോലുള്ള കുറെ കാരിയേഴ്സ് ഉണ്ട്, സ്ഥിരം പോയി വരുന്ന കാരിയേഴ്സ്. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് പണ്ടേ പറഞ്ഞേനെ. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്കറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച്, നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയൊക്കെ ആയിട്ട് അവർ 2-3 പേര് ദുബായിലുണ്ട്, 1-2 പേര് നാട്ടിലും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോടെ പറയാ? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതൊരു കാമുകനെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കാണുന്ന ആളുകളെ കൂടെ ഇല്ല. ഞാനൊരു കല്യാണം കഴിച്ചു, അത് ഫ്ലോപ്പായി. അതിന് പിന്നെ ഞാനൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ ചേച്ചി എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്കെന്നെ ഭ്രാന്തായി തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയാവാൻ കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയാണെന്നറിയോ, ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതൊക്കെ വെറും പെൺവാണിഭവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയും മാത്രമാണ്. ഇവന്മാരുടെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ച് ചേച്ചിക്ക് തരാം. എനിക്കൊന്നും സമയം തന്നാൽ മതി. എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആ ഫോൺ നഷ്ടപ്പെട്ടു. അതായത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ കുറേ നമ്പേഴ്സ് ചേച്ചിക്ക് തരുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വീണ്ടെടുത്ത് തരാം. ഇതിന്റെയൊക്കെ മെയിൻ ആളുകൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങയും പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ടുണ്ട്, നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ എന്താ? അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവിടെ വന്നു, ഇവളെങ്ങനെ ഇവിടെ വന്നു? എന്നിട്ട് ഞാൻ ഇവന്മാരോട് ചോദിച്ചു, ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ
സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. കാര്യം അവന്മാര് ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പും പെരുന്നാൾ വരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും യുവമാർക്ക് നടക്കത്തില്ല കേട്ടോ. അതുവരെ ഇവന്മാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. ഇതുപോലുള്ള 4 സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും. ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. അവന്മാര് എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമ്മളും എടുക്കുന്നത്. ഞാനും എന്റെ ഗതികേട് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാരും നമ്മളെയൊന്നും മുഖമൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. സഹികെട്ട് പറഞ്ഞോവാണ് ഇതുപോലൊരു സ്ത്രീ. കാര്യം എനിക്ക് മക്കളുണ്ട്. നമ്മളെ മക്കളെ മുമ്പിൽ നമ്മള് നാണം കെടാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ താഴ്ത്തിക്കെടാനോ ഗതികേട് കൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറയണ്. അത്രയും സത്യം നിങ്ങളെ മുമ്പിലൊക്കെ എനിക്ക് പറയാന്ന് പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇവരൊക്കെ കൊണ്ടുവരുന്ന അതായത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക, അവരെ മാക്സിമം ശരീരം വിൽക്കുക, പിന്നെ അവരെ കൊണ്ട് ശരീരം വിൽക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളടുത്തേക്കാണല്ലോ ഇവരൊക്കെ വരുന്നത്. ഈ വിഡ്ഢികൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മളാരും ഇതൊന്നും പറയില്ല. നമ്മളിതൊക്കെ അറിയുന്നവരാണ്. പിന്നെ പല ആൾക്കാരും തിരിച്ചറിയുന്നില്ല ഇവർ ഈ നാട്ടിൽ പോയിട്ട് പറയുന്ന നുണകള്. പക്ഷെ ഒരുപാട് പേര് ഈ മറ്റേ രേണു തങ്കച്ചനെ പോലെയല്ല, ആരും ഇതൊന്നും പറയത്തില്ല. ഇവള് മാത്രമാണ് കിടന്നിട്ട് ഈ പിടയ്ക്കുകയും ഈ മാതിരി തോന്നിയാസങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നി. ഫോട്ടോസുകൾ ഞാൻ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. മാക്സിമം കുറെ ഫോട്ടോസുകളെങ്കിലും കിട്ടിയാല്. പിന്നെ ഇവള് നല്ല സിഗരറ്റ് വലിയ കേട്ടോ, ഒടുക്കത്തെ സിഗരറ്റ് വലിയ ഇവള് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ സിഗരറ്റ് വലിച്ചു തള്ളി ആശ്രയിൽ ഇട്ടത് ഞാൻ കണ്ടതാ. ഇവളുടെ അടുത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമുക്കൊക്കെ പറ്റിയ ഫോൾട്ട്. ഇവള് വന്ന് അവിടെ ഇരുന്നപ്പോ ഇവക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ റൂമും ഇവളുടെ കാര്യങ്ങളെല്ലാം അവര് സ്പെഷ്യലായിട്ടും ഇവള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാക്സിമം തടയാവുന്നതും അവന്മാര് ശ്രമിച്ചു. അതിലവര് വിജയിക്കുകയും ചെയ്തു. പക്ഷേ പോയ ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ദൈവത്തിനാണ് ഞാൻ പെറ്റ മക്കളാണ് സത്യം. ഇതൊന്നും കള്ളമല്ല. ഇവളിവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വിൽക്കാൻ. ഇവളവിടുന്ന് ഇവളവിടുന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന്. 15 ദിവസം ഇവളെ ബുക്ക് ചെയ്ത്, അതായത് ഇവളെ കളിക്കാൻ ആളെ കിട്ടിയാൽ മാത്രമേ ഇവളിവിടെ വരത്തുള്ളൂ. എല്ലാണ്ടൊന്നും ഇവള് വരത്തില്ല. അത് ഓൾറെഡി ഇവള് ഫിക്സഡ് ആണ്. ഇനിയിപ്പൊ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നമായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം
വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. നമ്മൾ ഇവിടെ ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണോ ചെമ്പരത്തിയിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി, നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്, ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ ഡ്രഗ് മാഫിയ. ഇവള് നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാര് കൊടുത്തിട്ടുണ്ടാവും. ഈ 12 ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ എന്താ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, അതോടെ അവക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവളുടെ ഓലക്കയുടെ പ്രമോഷൻ മയിലാണ്. എനിക്ക് ചേരിപ്പൂരി അടിക്കാനാണ് തോന്നുന്നത്. അതിന്റെ മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറൊന്നല്ല അവളെ പ്രമോഷൻ. ഇവിടെ എന്ത് പ്രമോഷൻ? ഇവൾ മലന്ന് കിടന്ന് കൊടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് പോയതോ? അതാണോ അവളെ? അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫീനയുടെ ചാനലിലാണ് ഈ ഒരു വോയിസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പറയുന്നത് കേട്ടിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സത്യം ഉള്ളതുപോലെ തോന്നുകയാണ്. കാരണം അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അവരും അവിടെ ഉള്ളതാണ്. രേണുസുതി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. രേണുസുതി ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്, സിഗരറ്റ് വലിച്ച് തള്ളുന്നുണ്ടായിരുന്നെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇത്രയും നാളും ഈ പറയുന്ന രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിരുന്നത്, അതായത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വിധവ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം. നമ്മളൊക്കെ ഇവളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ വന്ന് തെറി പറയാനും നമ്മളെയൊക്കെ എന്തൊക്കെ വൃത്തികേടാണ് ഓരോ ആൾക്കാരും വന്ന് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രേണുസുതി ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുബായിലേക്ക് ഈ നാഴികയ്ക്ക് 40 വട്ടവും ഇവൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ടല്ലോ. എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകളുമായിട്ട് ഷെഫീനയുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവൾ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കാനാണ് ഈ ദുബായിലേക്കും അവിടേക്കും ഇവിടേക്കും പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെയാണ്. അത് തെളിയിക്കപ്പെടണം, അറിയണം ആൾക്കാർ ഇവൾ ഇതൊക്കെയാണ് ചെയ്തിരുന്നതെന്നുള്ളത്. എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയും ഇവളെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ വരും.